ചേച്ചി ചേച്ചി ഓർക്കണുണ്ടോ നമ്മൾ പണ്ട് ചെറുപ്പത്തിലെ ഇതേപോലെ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാളും ക്ലാസ് കട്ട് ചെയ്ത് മഴയത്ത് മീൻ പിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അന്ന് മീനൊക്കെ പിടിച്ച് തിരിച്ചു വന്ന് അമ്മയുടെ നല്ല അടിയും വാങ്ങി എത്ര ദിവസം പനിച്ച് കിടന്നു. അതൊക്കെ ഒരു കാലം. അതെ, ഇപ്പൊ അമ്മൂമ്മയുടെ നടി മേടിക്കണം നിർബന്ധമുണ്ട്. ഇവിടെ മറ്റേ ട്രാഫിക് ലൈറ്റിന്റെ സിഗ്നൽ പോലെ നിന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മ വരുമ്പോ കാലേ വരെ അറിയും. പറഞ്ഞറിയിക്കല്ലേ. കഴിഞ്ഞു കഥ. ചേച്ചി അബദ്ധം പറ്റിയൊന്നും അതിലോട്ട് വീണ് പോരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂണ്ടയെ കൊടുത്ത് ഇട്ട് തരാം. വലിയ മീനെങ്കിലും കിട്ടും. അയ്യോ എന്നാ പിന്നെ ഇവിടെ ആയല്ലേ. അവിടെ ഇട്ട ടയറേ കിട്ടുള്ളൂടി. കുറച്ചുകൂടെ കയറ്റിടണം. ആണോ? ടയറൊക്കെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടേക്കണേ. ടയറ് ആര് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത്? മീനില്ലേടി, പിന്നെ ടയറിന് എന്താ വന്നൂടെ? പിടിയൂടെ. കൊളുത്ത് സെറ്റായി. തീറ്റ് ഓക്കേ. നീ വേണോ? ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ടയറെ കിട്ടത്തുണ്ട്. അപ്പുറത്തുനിന്ന് അങ്ങോട്ട് നീ എന്തരി ഇതിനു വേണ്ടി തീറ്റ ഞാൻ ഫുഡ് മാത്രം കൊടുക്കാൻ വന്നേക്കണം. ഇടാൻ പോവാണേ. അങ്ങോട്ട് ഇട്. അറപ്പിക്കല്ലേ ഇതങ്ങോട്ട്. നീ ആമല്ലോ അവിടെ അനക്കൊണ്ട് ഇട്ടോ. അനക്കൊണ്ടോ? അനക്കൊണ്ടേ? അനക്കൊണ്ടില്ല. കൊത്തി വലിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വലിച്ചതാ. ആരെടി വിളിക്കണേ? വെല്ലോം വിളിച്ചാൻ പറയും. ഇവളൊക്കെ എങ്ങനെയാണോ കോളേജ് എത്തി? ഫിഷ് ടാങ്കിലെ മീനിനൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കാം. ചേച്ചി പോടി. അതെ, ഞാൻ കുറച്ചേരം വെള്ളത്തിൽ കളിച്ചു. വെള്ളത്തിൽ കളിച്ചു. പൊന്നു വച്ചേ കുളിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഓ കുഞ്ഞ് കളിച്ചോട്ടെ. കളിച്ചോ 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 കളിച്ചോ. സൂക്ഷിച്ചേ, കാലൊന്നും ചൊറിയല്ലേ അവസാനം. പൊന്നു സൂക്ഷിച്ചിറങ്ങട്ടോ, തെന്നിയടിച്ച് വീടല്ലേ. ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചിരുന്നോ? കളിച്ചോട്ടെ. നല്ല രസം. മീനുണ്ടോ? മീനുണ്ടോ? മീൻ കുത്തുന്നുണ്ടോ? ബ്രാല് കൊത്തിയാ? അല്ല, കാലെന്തോ കേറി. എന്തോ കേറി കാലില്. എന്റെ കാല് എന്റെ ചോദ്യമൊക്കെ മിക്കവാറും വാർന്നു പോകും. പിന്നെ ഇരിക്കണ കാലം കണക്കിന് ഒഴിവ് പോവാൻ. പൊന്നു കേശു പോയിട്ട് തുണിയെടുത്തിട്ടാ. പഞ്ഞിയാണെങ്കിലും മതി. മൂക്കി വെക്കാന് വെച്ച് കെട്ടാനാടാ. മരുന്നില്ലെന്ന് പിന്നെ എന്തന്നെ? എടേ ഒന്ന് എടുത്തിട്ട് വാ നീ പോ. അഴിച്ചു വെച്ചിട്ട് പോ. അതെ മുത്തേ പൊന്നെ നോയിക്കേ ചക്കര തലകറിയൊന്നും വീഴരുത് കേട്ടാ. ഇപ്പൊ ഞാൻ തലകറങ്ങി വീണ പിന്നെ ഒന്നും ചെയ്യാനില്ല. അമ്മൂമ്മ അറിയാം, എടുത്തിട്ട് നല്ല അടി തരും, ബഹളവും പ്രശ്നവും. തലകറങ്ങി വീണല്ലേ കേട്ടാ ചക്കര. എന്താ വേദനയുണ്ട് കൊച്ചേ. സാരല്ല, പോട്ടെ 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 പോട്ടെ. ഇത്തിരി കുഞ്ഞു മുറിവല്ല, ഇത്തിരി പോന്ന മുറിവല്ല. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇന്നാളെ ഒരു ദിവസം പച്ചക്കറി ആയിട്ടപ്പോഴത്തേക്കും കൈ മുറിഞ്ഞിട്ട് താനുള്ള ബോധം കിട്ടി വീണില്ല. അപ്പൊ അതോ അതുപോലെയാണ് ഇത്. അത് കത്തി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. വലിയ മുറിവായിരുന്നു. അത് വീണതല്ലല്ലോ വിഷയം. ഇവിടെ നല്ല മീനാണ് ഏട്ടാ. ആടി ഇവിടെ കിടന്ന് പിടക്കണ നീ മിണ്ടായി കൊണ്ട്. അയ്യോ ചോര. ഇതെന്തോ പറ്റിയതാ? അത് കുപ്പിച്ചില്ല കയറിയതാ. എങ്ങനെ കുപ്പിച്ചില്ല കയറി? അത് നടന്നു പോകാൻ നേരത്തെ തെന്നി വീണപ്പോ കുപ്പിച്ചില്ല കയറി. ഒന്ന് പോ, എന്റെ കറിയണം നിനക്ക്. ചോര ചോര നിക്കണ്ടേ? പിന്നെ
പൊന്നു ഒന്നാമത് കഷ്ടപ്പെട്ടാണ്. ഇതാശുപത്രി കൊണ്ടുപോണ്ട വരും. എനിക്കും അത് തോന്നുന്നുണ്ട് മിക്കവാറും പോണ്ട വരുമെന്ന്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാ ഈ മുറിവിന് എങ്ങനെ പോലെ ഒരു 2 സ്റ്റിച്ചും ഒരു വലിയ ഇഞ്ചക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോണ്ട. എങ്ങാനും ഞാൻ ബോധം കെട്ട് വീഴുവാണെങ്കിൽ അന്നേരം കൊണ്ടുപോയാൽ മതി. അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.